അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം ധനത്തോട് വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. അപ്പോൾ ധനം അള്ളാഹു നൽകുന്നതിൽ ഏറ്റപ്പറ്റുണ്ടാകും ഏത് കാര്യത്തിലും എന്ന പോലെ എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. എല്ലാവർക്കും ഒരേപോലെ അല്ല അള്ളാഹു നൽകുക. ഒരാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, ഒരാൾക്ക് ഒട്ടും കൊടുത്തെന്ന് വരില്ല. ഇങ്ങനെ ഒരു സമതുലിതാവസ്ഥ ഇല്ലാത്ത രൂപം, അഥവാ സന്തുലിതാവസ്ഥ ഇല്ലാത്ത രൂപം, എല്ലാവർക്കും ഒരുപോലെ ആകാതിരിക്കുന്ന രൂപം, അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിലൊക്കെ ഒരുപാട് തത്വജ്ഞാനങ്ങളുണ്ട്, ഒരുപാട് ഹിക്മത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിലൊക്കെ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല ഞാൻ. മറിച്ച് അങ്ങനെ വരുമ്പോൾ ഈ ധനം ഒരുപാട് കിട്ടിയ ധനാഢ്യൻ അല്ലെങ്കിൽ ധനികൻ, വനിയ് എന്ന് നമ്മൾ പറയുന്ന ഈ ആളുകൾ ഇത് ഇനി എല്ലാം എൻ്റേതാണ് എന്ന് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. തന്നെയുമല്ല, ഈ ധനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കുന്നുകൂടുക എന്നുള്ളതിനെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങണം, പുറത്തേക്ക് ഇറക്കപ്പെടണം. അത് ഖുർആൻ പറഞ്ഞ പ്രയോഗം എന്താ? കൈലാ ദൂലത്തം ബൈനൽ അഗ്നിയാ എന്ന, നിങ്ങളിൽ പണക്കാരായ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്, അതിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ സൂറത്തുൽ ഹശ്റിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ധനം ഒരു ഭാഗത്ത് കുന്നുകൂടിക്കൂടാ. അപ്പോൾ കയ്യിൽ ധനമുള്ളവൻ അവൻ്റെ ധനം സന്ദർഭത്തിനനുസരിച്ച് പുറത്തേക്ക് വിടേണ്ടതുണ്ട്. എങ്ങനെയാണത്? രണ്ട് രൂപമാണ് അതിന് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, നിർബന്ധദാനമായ സക്കാത്തിലൂടെ, സാധുക്കളുടെ അവകാശം എന്നുള്ള നിലയിൽ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്വർഗീയ പദവി നേടിയെടുക്കുന്ന ആൾക്കാരുടെ 7 or 8 സ്വഭാവ ഗുണങ്ങൾ സൂറത്തു ദാരിയാത്തിൽ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഒരു വാചകം ശ്രദ്ധേയമാണ്. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. സമ്പത്തിൻ്റെ കാര്യത്തിലും അവർ ബദ്ധശ്രദ്ധരായിരിക്കും. എന്തു ചെയ്യും? അവരുടെ സമ്പത്തിൽ ഒരു നിർണിത, ഒരു നിശ്ചിത ഓഹരി, ഒരു നിശ്ചിത അവകാശം ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ഇത് തടയപ്പെട്ടവർക്കും ആയ ആൾക്കാർക്ക് നൽകാനും വേണ്ടി മാറ്റിവെക്കുന്നവരായിരിക്കും അവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ധനം നാം സമ്പാദിച്ച, കഷ്ടപ്പെട്ട് നാം സമ്പാദിച്ചുണ്ടാക്കിയ ധനത്തിൽ മുഴുവനും നമുക്ക് അവകാശപ്പെട്ടതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു 1000 രൂപ നമ്മുടെ പോക്കറ്റിൽ ഒരാൾ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചങ്ങോട്ട് ചെയ്യുമ്പോൾ വഴിയരികിൽ ഒരാളിരിക്കുന്നതാണോ, അയാൾക്ക് 250 രൂപ നീ കൊടുത്തേക്കണം കേട്ടോ, ബാക്കി 750 നീ എടുത്തോ എന്ന് നമ്മളോട് പറഞ്ഞാൽ, ആ വഴിയരികിൽ ഇവനെ കാത്തിരിക്കുന്ന, ആ 250 വേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യനെ പരിഗണിക്കാതെ ആ 250 കൂടി ഇവൻ സ്വന്തമാക്കിയാൽ അവനെക്കുറിച്ച് എന്താ നമ്മൾ പറയുക? എന്തു പറയുക അവനെക്കുറിച്ച്? അപ്പോൾ അള്ളാഹു നമ്മളുടെ കയ്യിൽ സമ്പത്ത് തന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ദേ നീ ഉപയോഗിച്ച ആവശ്യത്തിന് അനുവദനീയമായ രൂപത്തിൽ ധൂർത്തോ പൊങ്ങച്ചമോ അഹംഭാവമോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത നിലയിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ളതൊക്കെ നീ വിനിയോഗിച്ചോ. പക്ഷെ അത് പൂർണ്ണമായും നിനക്ക് അവകാശപ്പെട്ടതല്ല. അതിൽ നിന്ന് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിലൂടെ മനസ്സിലാകുമെങ്കിൽ, ആ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ പോക്കറ്റിൽ ഇട്ട് തന്നത് 1000 എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് ഒരു 250 ആ വഴിയരികിൽ ഒരാളുണ്ടാവും അവന് കൊടുത്തേക്കെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം, അതാണ് ഹഖ്ഖും മഅലൂം എന്ന് പറയുന്നത്, നിശ്ചിത വിഹിതം, അത് അവകാശപ്പെട്ടവർക്കുള്ളതാണ്, അത് മാറ്റിവെച്ചേക്കണം. അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നിശ്ചിത ദാനം, നിർബന്ധ ദാനം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുക. അത് നമ്മൾ വർഷം തികയുമ്പോൾ, കഴിഞ്ഞ വർഷം ഉദാഹരണത്തിന് ഇപ്പോൾ റമദാനിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. റമദാനും സക്കാത്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതെപ്പോഴാണോ സമയമാകുന്നത്, വർഷം തികയുന്നത്, അപ്പോഴാണിത് കൊടുക്കേണ്ടത്. കൃഷി സാധനങ്ങളാണെങ്കിൽ കൃഷി വിളവെടുപ്പ് സമയത്താണ് കൊടുക്കുന്നത്. അതൊക്കെ നിശ്ചയിക്കപ്പെട്ട രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. ആ നിലയിൽ എപ്പോഴാണോ നമുക്കത് തികയുന്നത്, നമ്മളുടെ വർഷം തികയുന്നു, അതിൻ്റെ നിസാബ് തികയുന്നു, അങ്ങനെ ഒരു രംഗം വന്നാൽ പിന്നെ ആ ധനം നമ്മളുടെ സമ്പത്തുമായിട്ട് കൂട്ടി കലർത്തരുത്, അതങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അപ്പം ഇനി തന്നെയല്ല നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ സമ്പാദിച്ചത് അങ്ങോട്ട് കൊടുത്താൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയല്ലേ നമുക്കൊക്കെ ഉള്ളത്. സാധാരണ മുഴുവനും കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ.
1000-ൽ നിന്ന് 250 പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് കേട്ടോ. 1000 രൂപ കൊണ്ട് 250 രൂപ സക്കാത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നതിന് അർത്ഥം. ഒരു ഉദാഹരണം പറയാണ്. എത്രയുണ്ടോ അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം ആകെ നമ്മൾ നോക്കിയാൽ നമുക്ക് സക്കാത്തിൻ്റെ വിഹിതമായി നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1-2.5%, പിന്നെ 5%, പിന്നെ 10%, പിന്നെ 20%. ഈ 2.5% എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സാധാരണയായി നാം ക്രയവിക്രയം നടത്തുന്ന നമ്മുടെ നാണയ സമ്പത്തുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. ആ നാണയ സമ്പത്തുമായി ബന്ധപ്പെടുന്നത് 2.5% എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി 5%, 10% എന്ന് പറഞ്ഞത് ചിലപ്പോൾ നാണയ സമ്പത്ത് തന്നെ കൃഷിയുമായി ഖിയാസാക്കിക്കൊണ്ട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ഇന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, നമ്മൾ സക്കാത്തിൻ്റെ വിഹിതം എന്ന് അടിച്ചു നോക്കിയാൽ എല്ലാം കൃത്യമായി നമ്മുടെ മുമ്പിൽ കിട്ടും. പോരെങ്കിൽ ഇന്ന് കിട്ടാവുന്ന പഠിക്കാവുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അത് സംശയ നിവാരണം വരുത്താൻ പറ്റുന്ന ഒരുപിടി പണ്ഡിതന്മാരുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് കൊടുക്കണം, കൊടുത്തേ തീരൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമസ്കാരം പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവില്ല. അപ്പോൾ ആ നിലയിൽ നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കുക, അതാണ് സക്കാത്ത്. വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സദക്ക എന്നുള്ള പ്രയോഗം തന്നെ സക്കാത്തിനും കാണാം, അതുപോലെ തന്നെ പൊതുദാനധർമ്മങ്ങൾക്ക് 2 പ്രയോഗവും ഖുർആനിലുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദക്ക, അവരിൽ നിന്ന് നീ സദക്ക സ്വീകരിക്കുക എന്ന് പറഞ്ഞത് പൊതുദാനധർമ്മമല്ല. എന്താണ് സക്കാത്തും സദക്കയും തമ്മിലുള്ള വ്യത്യാസം? സക്കാത്ത് എന്ന് പറഞ്ഞാൽ വർഷം തികയുമ്പോൾ നിസാബ് തികഞ്ഞാൽ നിശ്ചിത വിഹിതം കൊടുത്ത് തീർക്കണം, അത് മാറ്റിവെക്കാൻ പറ്റില്ല. സദക്ക പൊതുദാനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യ സന്ദർഭമുണ്ടായി, ഒരാൾക്ക് വാഹനത്തിൽ കയറി പോകാൻ 50 രൂപ സഹായിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ സഹായം കൊടുക്കണം. ആ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നൽകുന്ന എന്താണോ അതാണ് ധർമ്മം. അത് ചിലപ്പോൾ 5 ആകാം, 50 ആകാം, 500 ആകാം, 5000 ആകാം, 50,000 ആകാം, 5 ലക്ഷം ആകാം, എത്രയോ ആകാം. അത് ഈ പറഞ്ഞ കണക്കിൽ പെടുന്നതല്ല. സക്കാത്ത് അങ്ങനെയല്ല. കണക്ക് നോക്കി, എൻ്റെ വരുമാനം നോക്കി, എൻ്റെ അത്യാവശ്യ ചെലവുകൾ കഴിച്ച് ബാക്കി 2.5% എൻ്റെതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല, അത് സാധുക്കളുടെ അവകാശമാണ്. ഒരിക്കലും സക്കാത്ത് ധനികൻ്റെ ഔദാര്യമാണെന്ന് കാണരുത്, മറിച്ച് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ആ അവകാശം കൊടുത്തു വീട്ടാനാണ് വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം എന്ന് ഖുർആൻ പറഞ്ഞത്. അതാണ്. അത് മാറ്റാത്ത ധനം അത് ഗുണം ചെയ്യില്ല, ബർക്കത്തുണ്ടാവില്ല അതിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? ആരെങ്കിലും സക്കാത്തിൻ്റെയോ സദക്കയുടെയോ 2 പ്രയോഗമുണ്ട്, സക്കാത്ത് എന്നും സദക്ക എന്നുണ്ട്. ആ ധനം ഇവൻ്റെ ധനവുമായി കൂട്ടിക്കലർത്തിയാൽ ഈ ധനം ഫസാദാകാതിരിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ട അവകാശപ്പെട്ട ധനം മാറ്റിവെക്കാതെ അതും താൻ കൂടി ഉപയോഗിച്ചാൽ അതിൽ ബർക്കത്തുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. മറിച്ച് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, സാധാരണയായി സക്കാത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി അത്ര അവസാനിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ധർമ്മം ചെയ്താലും സക്കാത്ത് കൊടുത്താലും അള്ളാഹു വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും, പകരം നൽകിക്കൊണ്ടേയിരിക്കും. ഇത് കൊടുക്കാത്തവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സ്ഥാനവും വലിയ വർധനവും അള്ളാഹു നൽകിയെന്നിരിക്കും. സക്കാത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വളർച്ച, വർധനവ്, ശുദ്ധീകരണം എന്നൊക്കെയാണ് സക്കാത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ. ആ വാക്കിൽ തന്നെ ഉണ്ടെല്ലാം, ആ വാക്കിൽ തന്നെ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി ഇവൻ്റെ സമ്പത്തിലുണ്ടാകുന്ന ശുദ്ധീകരണം, അപ്പം സംസ്കരണമായി സക്കാത്ത്. അതുപോലെ തന്നെ മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ട വളർച്ച. വളർച്ച എന്ന് പറയുന്നത് 2 രൂപത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്ന്, ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ധനത്തിലുണ്ടാകുന്ന വളർച്ച. അതിനു പുറമെ ഞാൻ ആർക്കാണോ സക്കാത്ത് നൽകിയിട്ടുള്ളത് അവനുണ്ടാകുന്ന വളർച്ച. പിന്നെ എല്ലാ നിലയിലുമുള്ള ഒരു പുരോഗതി. ഇതൊക്കെ സക്കാത്തിലൂടെ ഉണ്ടായിത്തീരുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് കൊടുക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കണം, അങ്ങനെയല്ല. അപ്പോൾ അതാണ് നിർബന്ധ ദാനം സക്കാത്ത്. അങ്ങനെയാണ് ഒന്ന് നമ്മുടെ ധനം പുറത്തേക്ക് പോകുന്നത്. രണ്ടാമത്തത് പൊതുദാനധർമ്മം എന്നുള്ള നിലയിൽ ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കുക എന്നുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കാത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.5, 5, 10% കഴിഞ്ഞു. പിന്നെ ഏറ്റവും അവസാനമുള്ള 20% എന്ന് പറഞ്ഞത് ഖനിജ വസ്തുക്കൾക്കാണ്. ഖനിജ വസ്തുക്കൾ എന്ന് വെച്ചാൽ നിധി കിട്ടി. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ പെട്രോള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പെട്രോൾ നമ്മൾ ശരിയായ രൂപത്തിലേക്ക് ആക്കി വരുമ്പോൾ അതിൽ ചിലവ് വന്നേക്കാം. ആ ചിലവ് കഴിച്ച് ബാക്കിയുള്ളതാണ് എപ്പോഴും കൊടുക്കേണ്ടത്. ഏതായിരുന്നാലും ശരി, നിധി കിട്ടുന്നു, ആ നിധിയുടെ 20% അത് മുഴുവൻ കൊടുക്കാൻ പറയുന്നത്. നിധി വെറുതെ കിട്ടിയതാ.
എന്നിട്ടും പറഞ്ഞോ മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, 20% കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൃത്യമാണ് ഇസ്ലാമിലെ ഓരോ ആ ധനവുമായി സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ ധനം വിനിയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. കാരണം സക്കാത്ത് ഒരു ആരാധനാ കർമ്മമാണ്, ഇബാദത്താണ്, ഇസ്ലാമിലെ 3ാമത്തെ തൂണാണ്. നമുക്കറിയാമല്ലോ, ഷഹാദത്ത്, പിന്നെ അതുപോലെ തന്നെ 2ാമത്തേത് സലാത്ത്, 3ാമത്തേത് സക്കാത്ത്. സക്കാത്തും സലാത്തും തമ്മിൽ ഒരിക്കലും നമ്മൾ വേർതിരിക്കരുത്. നമുക്കറിയാം നമ്മുടെയൊക്കെ സമൂഹത്തിൽ സക്കാത്ത് കൃത്യമായി കണക്കാക്കി കൊടുക്കുന്ന എത്രയോ സുമനസ്സുകളായ അള്ളാഹുവിനെ ഭയമുള്ള മനുഷ്യന്മാരുണ്ട്. അതേസമയം എത്ര സക്കാത്തിൻ്റെ ക്ലാസ് കേട്ടാലും എത്ര സംശയ നിവാരണം വരുത്തിയാലും അത് കൊടുക്കാൻ തയ്യാറാകുകയുമില്ല. അതിന് 100 ഞൊണ്ടി ന്യായങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ്. ചില ആൾക്കാരൊക്കെ സക്കാത്ത് കൊടുക്കാൻ സമയമാകുമ്പോൾ ആ ക്യാഷൊക്കെ എടുത്ത് മറ്റൊന്നിന് വിനിയോഗിച്ചു പോകുന്ന ആൾക്കാരെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, അള്ളാഹിനെ പറ്റിച്ചെന്നാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ജാതി കുബുദ്ധികൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ. മറിച്ച് അത് കൃത്യമായി അങ്ങോട്ട് കണക്ക് നോക്കി കൊടുത്തു നോക്ക്, അതിൻ്റെ ഇരട്ടി അള്ളാഹു നമുക്ക് നൽകും. അതാണ് സക്കാത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതിന് പകരം അത് ചെയ്യാതെ ഈ രൂപത്തിൽ അതിനോടൊരു തരം മനോഭാവം വെച്ച് പുലർത്തി പോകുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മൾ നോക്കിയാലോ, നമസ്കാരത്തിൽ 1ാമത്തെ സഫിൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് തന്നെ 1ാമത്തെ സഫിൻ്റെ കൂലിയും ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കൂലിയും എല്ലാം ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാൽ അടുക്കൂല. ഒരുപാട് അനുഭവമുള്ളത് കൊണ്ട് പറയാം, അടുക്കൂല. അതിന് വേറെ ന്യായങ്ങൾ വരും. അപ്പം ഇത് ആരോടാണ് ഈ ന്യായം പറയുന്നത്? അള്ളാഹുവിനോടോ? പടച്ചവൻ അറിഞ്ഞൂടെ ഞാൻ എന്താണ് എൻ്റെ ധനത്തിൽ ഞാൻ ചെയ്യുന്നത്? ആ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കുബുദ്ധി കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയും പടച്ചവൻ. ഒരു പ്രശ്നവുമില്ല അവനെ സംബന്ധിച്ച്. ഒരു നിമിഷം മതി, തകർന്നു പോകും, തകർത്ത് കളയും അവൻ കഴിവുള്ളവനാണ്. അവൻ തന്നതാണോ ധനം? എന്നിട്ടത് ചെലവഴിക്കാനുള്ള ട്രസ്റ്റികളായി നിശ്ചയിച്ചവരാണോ നമ്മൾ? എങ്കിൽ ആ പറഞ്ഞതുപോലെ ചെലവഴിക്കണം, എന്നാലേ പറ്റൂ. അല്ലാത്ത ഒരു മനോഭാവം വരിക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യുസക്കി ഫലാ സലാത്ത ലഹു, സക്കാത്ത് കൊടുക്കാത്തവന് നമസ്കാരമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളകളാണല്ലോ ഇപ്പോൾ. ഒന്ന് ശ്രദ്ധിച്ചോളി, അഖീമുസ്സലാത്ത തുഖീമൂന സലാത്ത എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താ പറയുന്നതെന്ന്, ആത്തു സക്കാത്ത തുതൂന സക്കാത്ത. ഈ പ്രയോഗം കാണാം വിശുദ്ധ ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ സക്കാത്തും സലാത്തും ചേർത്ത് പറയുന്നുണ്ട്. 32 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏതാണ്ട് 28 സ്ഥലങ്ങളിൽ നമസ്കാരവും സക്കാത്തും കൂടെ ചേർത്താ പറയുന്നത്. അപ്പോൾ വേർതിരിക്കാൻ പറ്റില്ല. നമസ്കരിക്കുന്നുണ്ടോ, ഷഹാദത്തുണ്ടോ, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ സക്കാത്ത് നൽകിയേ പറ്റൂ. അപ്പോഴേ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ആ സൊസൈറ്റിയിൽ, വിശ്വാസികളുടെ സമൂഹത്തിൽ മെമ്പർഷിപ്പിന് നമുക്ക് സാധ്യതയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു കനിഞ്ഞു നൽകിയ അവൻ്റെ ധനം, നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പ് സ്വത്തായി നൽകിയ ധനം, നാളെ മറ്റൊരാളുടെ കയ്യിലേക്ക് മാറാനിരിക്കുന്ന ധനം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന് പറഞ്ഞ ആ ധനം, വആതൂക്കും മിമ്മാലില്ലാഹി അല്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ നൽകുക എന്ന് പറഞ്ഞ ആ ധനം അള്ളാഹുവിൻ്റേതാണ്. കൈകാര്യകർത്താക്കളാണ് നമ്മൾ. അത് പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുക. എങ്കിലേ അത് ഏൽപ്പിച്ചവൻ്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തന്മാരാവുകയുള്ളൂ, നമ്മൾ സൗഭാഗ്യവാന്മാരാവുകയുള്ളൂ. തിരിച്ചറിയുക, സക്കാത്തിനെ സംബന്ധിച്ച് നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ടത് കൃത്യമായി വീട്ടിക്കൊണ്ട് അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. അള്ളാഹുവെ, ആ മാർഗം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ ധനം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.